മക്കളൊരു ഗാൽവാനിക് സെല്ലുമായി ബന്ധപ്പെട്ട ഷുവർ ക്വസ്റ്റ്യൻ പഠിച്ചോ. എന്താണ് ക്വസ്റ്റ്യൻ? ഇത് റിഡോക്സ് റിയാക്ഷൻ ഇൻ ദ സെൽ ഇസ് ഗിവൺ ബിലോ. ഒരു സെല്ലിലെ റിഡോക്സ് പ്രവർത്തനം അല്ലെങ്കിൽ സെൽ റിയാക്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ നോക്കണേ, Mg + 2Ag അങ്ങനെ രണ്ടാൾക്കാരോട് എന്റെ മക്കൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ Mg ഉണ്ട്, Ag ഉണ്ട്. അപ്പൊ ഗാൽവാനിക് സെല്ല് വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോ ദ ഡയഗ്രാം ഓഫ് ദ സെല്ല്, അഥവാ ഗാൽവാനിക് സെല്ല് വരക്കാൻ പറഞ്ഞ ഈ രണ്ടാൾക്കാരെ വെച്ചിട്ടാണ് വരക്കേണ്ടത്. Mg ഉണ്ട്, Ag ഉണ്ട്. അങ്ങനെ സർ ഫസ്റ്റ് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എടാ Mg രണ്ടാൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ മക്കൾ ഫസ്റ്റ് ആണ് പഠിച്ചു വെച്ചോളൂ. റിയാക്ടിവിറ്റി കൂടിയ, ക്രിയാശീലം കൂടിയ ലോഹത്തെ ആനോഡായിട്ടും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ കാഥോഡായിട്ടും എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. ഇവിടെ Mgയും Agയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് മാഗ്നീഷ്യത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ, ക്രിയാശീലം കൂടുതൽ. സോ അവനെ നമ്മൾ ആനോഡായിട്ട് വെക്കുന്നു. ആനോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, ഗാൽവാനിക് സെൽ ആണല്ലോ. സോ ഇനി Agന് എന്താണ്? റിയാക്ടിവിറ്റി കുറവാണ്, അവനെ കാഥോഡിൽ വെക്കുന്നു, അവന്റെ പോസിറ്റീവ് ചാർജ് ആണ്. വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കൾ വരച്ചു കൊടുത്തോളാം. നമ്മൾ ആനോഡായിട്ട് എന്ത് വെക്കുന്നു? Mg റോഡ് വെക്കുന്നു. അവന്റെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് MgSO4 മാഗ്നീഷ്യം സൾഫേറ്റ് പഠിച്ചതല്ലേ. ഇനി നമ്മൾ കാഥോഡായിട്ട് Agനെ വെക്കുന്നു. അവന്റെ ഇലക്ട്രോലൈറ്റ് AgNO3 ആണ് പഠിച്ചതാട്ടോ. സിൽവർ നൈട്രേറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സോൾട്ട് ബ്രിഡ്ജ് വരച്ചു കൊടുത്തു. ഇനി ഒരു വോൾട്ട് മീറ്റർ ഘടിപ്പിക്കുന്നു. നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്. പക്ഷേ ഇവിടെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ അല്ല ചോദിച്ചത്. മാർക്ക് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ്. ഇലക്ട്രിക് കറന്റിന്റെ ഡയറക്ഷൻ ആണ് ചോദിച്ചത്. ഇലക്ട്രിക് കറന്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ മക്കളെ പഠിക്കണേ, കറന്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അവന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാ പോവാറ്? നമ്മൾ ഫിസിക്സ് പഠിച്ച ആൾക്കാരാ. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. എന്താടാ? പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ ഏതെന്നാണ് വരിക? Ag2 എങ്ങോട്ടാണ് വരിക? Ag2 Mgയിലോട്ടാണ് ഇവിടെ ഇലക്ട്രിക് ഫ്ലോ വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോ എങ്ങോട്ടേക്കാ? ഒന്ന് കമന്റ് ചെയ്യടാ.